തോരന് നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കാമേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 മുട്ട ഒരു നുള്ളി ഉപ്പ് കൂടി ഇട്ട് ഒന്ന് പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു 3-4 വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3 പച്ചമുളക് കൂടെ ഒന്ന് 3 പച്ചമുളകും ഒരു 10 കാഷ്യൂനട്ട് കൂടെ മിക്സിക്കകത്തിട്ടൊന്ന് അരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കാമേ. നന്നായിട്ടൊരു പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇട്ട് വെച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായിരിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാമേ. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാനൊരു 2-3 മീഡിയം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതൊന്ന് പച്ചമണം മാറുന്നിട്ട് നന്നായിട്ട് ഇറക്കാമേ. സവാള നന്നായിട്ട് വരുന്ന നമ്മുടെ മസാല എല്ലാം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാമേ. ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാമേ. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാമേ മുറിച്ചിട്ട്. നമ്മുടെ മുട്ട നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒത്തിരി ഇളക്കണ്ട. ഇളക്കിയാൽ ചിലപ്പോൾ ആ മുട്ടയുടെ മഞ്ഞ എല്ലാം ഇതായി പോവേ. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാമേ. വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.